നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസും ബി.ജെ.പിയും സമനില തെറ്റിയ അവസ്ഥയിലാണ്. ഇവർക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും വലിയ ആളുകളാണ് മോദിയും രാഹുൽ ഗാന്ധിയും. ഈ രണ്ടുപേരും കേരളത്തിൽ വന്ന് മലയാളികളുടെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുകയാണ്. കോടികൾ മുടക്കി നേതാക്കന്മാരുടെ പ്രതിച്ഛായ മിനുക്കിയാൽ രാജ്യം മെച്ചപ്പെടില്ല. നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ടെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. മോദിയുടെ വിദേശ നയം കാരണം രാജ്യത്തെ ജനങ്ങൾ LPG ഇല്ലാതെ നട്ടം തിരിയുകയാണ്. BBG റാംജി ബില്ലുമായി എത്തി ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ? ഒരു ദിവസം 8 മണിക്കൂർ ജോലി എന്ന അടിസ്ഥാന അവകാശം പോലും നിഷേധിച്ച് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ അവതരിപ്പിച്ചത് മറ്റൊരു ഉദാഹരണം. എന്തു പറയാനാണല്ലേ? ഒന്നും രണ്ടുമൊന്നുമല്ലല്ലോ മോദി സർക്കാരിന്റെ മനുഷ്യത്വരഹിത തീരുമാനങ്ങൾ കാരണം ജനങ്ങൾ പൊറുതിമുട്ടുന്നത്. ഇസ്രയേൽ ഇറാൻ വിഷയത്തിൽ വ്യക്തമായ മോദിയുടെ ഇരട്ടത്താപ്പ് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയെ തന്നെ ചോദ്യമുനയിലാക്കി. റഷ്യയുടെയും ചൈനയുടെയും ഇന്ധന കപ്പലുകൾ ഹോർമിസ് കടലിടുക്ക് വഴി നിസ്സാരമായി കടന്നുപോയപ്പോൾ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാനായി ഇറാനു മുന്നിൽ മോദിക്ക് അപേക്ഷിക്കേണ്ടി വന്നു. LPG അടക്കമുള്ള ഇന്ധനവരവ് കുത്തനെ ഇടിഞ്ഞത് മോദി സർക്കാരിന്റെ നിലപാടില്ലായ്മയുടെ പ്രതിഫലനമാണ്. ജനദ്രോഹ തീരുമാനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ പാലിക്കപ്പെടാത്ത മോദിയുടെ ഗ്യാരണ്ടികളും നാം ഓർക്കേണ്ടതാണ്. മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം എത്ര പദ്ധതികൾ പ്രഖ്യാപിച്ചുവെന്ന് ആർക്കും അറിയില്ല. അതിൽ എത്രയെണ്ണം പ്രാവർത്തികമായി എന്ന് ചോദിച്ചാലും ഉത്തരമുണ്ടാകില്ല. പ്രതീക്ഷകൾ മങ്ങുമ്പോൾ മോദിക്ക് ഗ്യാരണ്ടി തുടങ്ങുന്നു, മോദിക്ക് ഗ്യാരണ്ടി സൂപ്പർ ഹിറ്റ് എന്നൊക്കെയാണ് പ്രസംഗവേദികളിലെല്ലാം പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നത്. മോദിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിലെ അന്നപൂർണ ക്ഷേത്രത്തിൽ LPG ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് അന്നദാനം നിർത്തിവെക്കേണ്ടി വന്നത് ഈ സൂപ്പർ ഹിറ്റ് ഗ്യാരണ്ടികളിലെ ഒടുവിലത്തെ സത്യാവസ്ഥയാണ്. തന്റെ ജീവിത ദൗത്യം എന്ന നിലയ്ക്കാണ് 2014 നമാമി ഗംഗെ എന്ന പേരിൽ ഗംഗാ ശുചീകരണ പദ്ധതി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. 2021 റിപ്പോർട്ട് പ്രകാരം 20,000 കോടിയുടെ മലിനജല പ്ലാന്റിന്റെ 20% മാത്രമായിരുന്നു പൂർത്തിയായിരുന്നത്. ഇപ്പോഴും ആ പദ്ധതി പൂർത്തിയായിട്ടില്ല. BJP അധികാരത്തിലെത്തിയാൽ പ്രതിവർഷം 1 കോടി തൊഴിലവസരങ്ങൾ നൽകുമെന്ന് തിരഞ്ഞെടുപ്പ് റാലികളിൽ കൊട്ടിഘോഷിച്ചിരുന്നു. രാജ്യത്തെ തൊഴിൽ പ്രതിസന്ധി കൂടുതൽ വഷളാകുന്ന കാഴ്ച ഉത്തരേന്ത്യയിലെ പല വാർത്താക്കുറിപ്പുകളും വീഡിയോകളും വ്യക്തമാക്കിയതാണ്. മോദി വമ്പൻ അലങ്കാരമായി കാണുന്ന നാൽസേ ജൽ പദ്ധതിയാണ് പാളിപ്പോയ മറ്റൊരെണ്ണം. 2022 നടത്തിയ ഒരു സ്വതന്ത്ര സർവേയിൽ 13,000 ഗ്രാമങ്ങളിൽ വെറും 5,298 ഗ്രാമങ്ങൾ മാത്രമാണ് ഹർക്കൽ നാൽ ആയിട്ടുള്ളത്. മോദിയുടെ വിജയകരമായ പദ്ധതിയായി BJP ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ഉജ്ജ്വൽ യോജന. 200 രൂപ സബ്സിഡി ഉണ്ടായിരുന്നിട്ടും 2023 മിക്ക ഉപഭോക്താക്കളും ഒരു സിലിണ്ടർ മാത്രമാണ് വാങ്ങിയതെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു. സിലിണ്ടറുകളുടെ വില വൻതോതിൽ വർദ്ധിച്ചതായിരുന്നു ഇതിന് കാരണം. 2022 ഇന്ത്യയിലെ കർഷകരുടെ വരുമാനം 2 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് മോദി ഉറപ്പു നൽകിയിരുന്നു. ഇന്നും ഈ വിഷയത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. രാജ്യത്തിന്റെ അടിസ്ഥാന വികസനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി വാചാലനാകുന്നത് പലപ്പോഴും നാം കണ്ടിട്ടുള്ളതാണ്. എന്നാൽ പലയിടങ്ങളിലും ഇപ്പോഴും ശുചിമുറികൾ പോലുമില്ല എന്നതാണ് വസ്തുത. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ അതിൽ ഇടപെടാനോ കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കന്മാർക്ക് സമയമില്ല. അതിനു പകരമായി സംസ്ഥാനങ്ങളിലുടനീളം പ്രചാരണ ജാഥ നടത്തുകയാണ് ഇരുവരും. നടപ്പാക്കപ്പെടാത്ത നിരവധി പ്രഖ്യാപനങ്ങൾ മായ്ച്ചു കളയാൻ എത്ര പ്രചാരണ ജാഥകൾ നടത്തിയാലും എത്ര പ്രൊപ്പഗണ്ട സിനിമകൾ ഇറക്കിയാലും കഴിയില്ല.